അടിമാലി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി പട്ടണത്തിലെ നാലുവരിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ കനക്കുന്നു. ടൗണിനെ രണ്ടായി പിളർക്കുന്ന വിധത്തിൽ റോഡിന് നടുവിലൂടെ 1 മീറ്റർ ഉയരത്തിൽ ഡിവൈഡർ പണിയുന്നതാണ് ആശങ്ക ഉയരാൻ കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതിഷേധങ്ങൾ അടിമാലി ടൗണിൽ നടത്തിയിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി പട്ടണത്തിൽ നാലുവരിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശങ്ക കനക്കുന്നു. ടൗണിനെ രണ്ടായി പിളർക്കുന്ന വിധത്തിൽ റോഡിന് നടുവിലൂടെ 1 മീറ്റർ ഉയരത്തിൽ ഡിവൈഡർ പണിയുന്നതാണ് ആശങ്ക ഉയരാൻ കാരണമായത്. അടിമാലി കാംഗോ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡിന് സമീപം വരെ ഇപ്പോൾ ഡിവൈഡർ നിർമ്മാണം പൂർത്തിയായി. മുസ്ലിം പള്ളിപ്പടി ജംഗ്ഷൻ വരെ ഡിവൈഡർ നിർമ്മിക്കാൻ കാനയും എടുത്തു കഴിഞ്ഞു. ഇരു സൈഡിലും ഓടയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സൗകര്യം ഒരുക്കുന്നതിനൊപ്പം കൈവരി കൂടി സ്ഥാപിക്കുന്നതാണ് വ്യാപാരികളെ കൂടുതൽ ആശങ്കയിലാക്കിയത്. ഇതിനു പുറമെ ടാക്സി ഓട്ടോകൾക്ക് നിലവിലുള്ള സ്റ്റാൻഡുകൾ നഷ്ടപ്പെടുന്നതും മറ്റൊരു ആശങ്കയ്ക്ക് കാരണമായി. ടാക്സി ഓട്ടോകൾക്ക് എവിടെ സൗകര്യമൊരുക്കുമെന്നതടക്കം നിർമ്മാണത്തിനെതിരെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നത് ദേശീയപാത അധികൃതർക്കെതിരെ രോഷം ഉയരാൻ കാരണമായി. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും യോഗം ചേരാൻ കാരണം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 അടിമാലി പഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേരുന്നത്. പഞ്ചായത്താണ് സർവകക്ഷി യോഗം വിളിച്ചത്. ആദ്യം പൗരാവലിയുടെ നേതൃത്വത്തിലും പിന്നീട് CITUവിന്റെ നേതൃത്വത്തിലും നിർമ്മാണം തടഞ്ഞിരുന്നു. നിർമ്മാണ കമ്പനി പോലീസ് സഹായം തേടിയെങ്കിലും ബുധനാഴ്ച നിർമ്മാണം തടയാൻ ആരും എത്തിയില്ല. അടിമാലി അമ്പലപ്പടി മുതൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം വരെയാണ് നാലുവരിപ്പാത നിർമ്മിക്കുന്നത്. 21 മീറ്റർ വീതിയിലാണ് പാത വരിക. വീതി കൂട്ടുന്ന നടപടിയുടെ മുന്നോടിയായി വ്യാപാര സ്ഥാപനങ്ങൾ മതിയായ വീതിയിൽ സ്വയം പൊളിച്ചുമാറ്റാൻ ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.